അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പനയാണ് ഇത് എന്നോർക്കണേ. ഇത് അങ്കബൂത്തിലും നിസായിലും കാണുന്നതാ, അതുപോലെ ഇസ്രായിലും വിവരിച്ചതാ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിധികർത്താക്കൾ, ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ഇന്ന് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മുഅ്മിനീങ്ങളായ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. നാം എത്ര സൽക്കർമ്മം ചെയ്യുന്നവരാണെങ്കിലും, എത്രമാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും മുഅ്മിനീങ്ങളെ കുടുംബ ബന്ധം പൊളിക്കുന്നവരായി കൂടാ. മഹാനായ അഹ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീന പള്ളിയിൽ ഒരിക്കൽ സ്വഹാബത്തുകളെ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനൊക്കെ വിളിച്ചുകൂട്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നു. ഹൽ മിൻകും ഖാതിഉ റഹിം, ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? സ്വഹാബത്തെല്ലാം പരസ്പരം നോക്കുന്നു. പുറകിൽ നിന്നൊരാൾ, ഒരു സ്വഹാബത്ത് വിളിച്ചു പറയുന്നു, അനയാ റസൂലല്ലാഹ്, ഞാൻ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ട് നബിയേ. ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ മുഖം വളരെയധികം ക്രൂശമായി. അവിടുന്ന് മഹാനവറുകൾ പറഞ്ഞു, ഉഖ്റുജ് അൻ ഹാദൽ മസ്ജിദ്, ഈ പള്ളിയിൽ നിന്ന് നീ പുറത്തു പോകണം. ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താണ് നബിയെ ഞാൻ ചെയ്ത പാപം? ഞാൻ എന്താണ് ഇങ്ങനെ എന്നെ പുറത്താക്കാനുള്ള കാരണം എന്ന് അവിടുന്ന് ചോദിച്ച സമയത്ത് മഹാനായ മസ്ഊദ് റളിയല്ലാഹുവിനോട് പറയുന്നു, ഏ മുഅ്മിനേ, ഏ സ്വഹാബത്തെ, നിങ്ങൾ ചെയ്ത വലിയ തെറ്റ് എന്താണെന്നറിയുമോ? നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ചവരാണ്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടൂല. ഇത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയത്തിന് വേണ്ടിയാണ് ഈ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ദുആക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. മദീന പള്ളി വളരെ പ്രസിദ്ധമായ പള്ളിയല്ലേ, വളരെ പവിത്രമായ പള്ളിയല്ലേ? ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള പള്ളിയല്ലേ? അവിടെ മറ്റു സ്വഹാബത്തുകളില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ ഉണ്ടല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് സ്വഹാബത്തുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന പള്ളിയിൽ ഈ സ്വഹാബത്തുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് ഉത്തരം ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതെന്ന് പറയുന്നു. എന്നാൽ ഞങ്ങൾക്കൊരു തടസ്സം എന്ന് പറയുന്നത് നിങ്ങളാണ്. ആ സമയത്ത് ആ സ്വഹാബത്ത് പെട്ടെന്ന് തന്നെ പുറത്തുപോയി തൻ്റെ കുടുംബത്തിലേക്ക് ചെന്നുകൊണ്ട് കുടുംബ ബന്ധം അവിടുന്ന് ഊട്ടിയുറപ്പിച്ചു. ശേഷം ഈ ദുആഇന്റെ മജ്ലിസിലേക്ക്, മദീന പള്ളിയിലേക്ക് മഹാനവറുകൾ വരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ നിനക്ക് പരിഹാരം കണ്ടോ? നീ കുടുംബ ബന്ധം ചേർത്തോ? ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ഞാൻ എൻ്റെ പെങ്ങളുമായി ചെറിയ പ്രയാസത്തിലായിരുന്നു.
ഞങ്ങൾ ചെറിയ ചെറിയ വാക്ക് തർക്കത്തിലായിരുന്നു, അത് ഞാൻ പരിഹരിച്ചിട്ടുണ്ട് നബിയേ. മുഅ്മിനീങ്ങളെ, ദുആക്ക് ഇജാബത്ത് കിട്ടൂല കേട്ടോ. കുടുംബ ബന്ധം പൊളിക്കല്ലേ. ഒരു ചരിത്രം കൂടി നാം പറഞ്ഞുകൊണ്ട് നമുക്ക് വാക്കുകൾക്ക് വിരാമം കുറിക്കാം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു? സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് ഫാത്തിമത്തു ബീവി റളിയല്ലാഹു അൻഹാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മക്കളാണ്. അത്രയുമേറെ പ്രതിഫലമുണ്ട്. അത്രയുമേറെ പ്രതിഫലമുള്ള മഹാനവറുകൾ ആരായിരുന്നു? മഹാനവറുകൾ ഒരിക്കൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു നോക്കുന്ന സമയത്ത് പരസ്പരം മിണ്ടുന്നില്ല, പരസ്പരം കലഹത്തിലാണ്. ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പരസ്പരം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? കൂട്ടത്തിൽ പ്രായം കൂടുതലുള്ളവരോടാണ് പലപ്പോഴും പുറത്തു കൊടുക്കാൻ ആദ്യം മുൻപന്തിയിലേക്ക് വരേണ്ടത്. എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പരാതി പറയുന്നു, ഉപ്പാപ്പ നബിയേ, ഞങ്ങൾ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലാണ് പരസ്പരം മിണ്ടാതിരുന്നത്. പക്ഷെ ഇന്നത് തീർക്കാൻ കഴിയാത്ത പ്രശ്നത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട് നബിയേ. ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് പ്രശ്നം? ആ സമയത്ത് പറഞ്ഞു, പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് നബിയേ. പക്ഷെ ഞാനാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇന്നലെ സ്വപ്നത്തിൽ ദർശിച്ചു. ഒരു വ്യക്തി വന്നുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ടുപോയി വളരെ മനോഹരമായ കെട്ടിടത്തിലേക്ക് നോക്കുന്നു. വളരെ മനോഹരമായ ഒരു കെട്ടിടങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നുകൊണ്ട് ഞാൻ ആ കാണുന്ന മനോഹരമായ ആ വീടിന്റെ വലിപ്പം കണ്ടുകൊണ്ട്, ആ സ്വർഗപ്പൂന്തോപ്പ് പോലത്തെ ആ സ്ഥലം കണ്ടുകൊണ്ട് എന്നെ കൊണ്ടുപോയ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ഇതാർക്കാണ് ഈ കാണുന്ന വലിയ ഈ വീട്, ഈ കാണുന്ന സുഖ സൗകര്യങ്ങൾ ആർക്കാണെന്ന് ചോദിച്ച സമയത്ത് അവിടെ എന്നോട് പറഞ്ഞു, നബിയേ, കുടുംബ ബന്ധങ്ങൾ പരസ്പരം കലഹിച്ച് കിടക്കുന്ന സമയത്ത് ആരാടോ ആദ്യം അതിന് പരിഹാരം കാണുന്നത് അവർക്കുള്ളതാണ് ഈ സ്വർഗമെന്ന്, ഈ കാണുന്ന സുഖ സൗകര്യങ്ങൾ എന്നോട് പഠിപ്പിച്ചു നബിയേ. ഇതെന്റെ സഹോദരന് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നബിയേ ഞാൻ അവനോട് മിണ്ടാതിരിക്കുന്നത് നബിയേ. മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പരസ്പരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപാട് കലഹങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് അവരോട് പൊരുത്തപ്പെട്ട് കൊടുത്തുകൊണ്ട് ആദ്യം നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നൽകുന്നത് സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളെല്ലാം ഊട്ടിയുറപ്പിച്ചു തരുമാറാകട്ടെ. വാക്കുകൾക്ക് വിരാമം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.